വ്യക്തിപരമായ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഭയങ്ങളും ദേഷ്യവും ഇതൊക്കെ നിങ്ങൾ ഒരു AI ചാറ്റ് ബോട്ടിനോട് തുറന്നു പറയാറുണ്ടോ? എന്നാൽ അമേരിക്കയിൽ നടന്ന ഒരു സംഭവം ഇപ്പോൾ വലിയൊരു ചോദ്യമാണ് ഉയർത്തുന്നത്. ഒരു യുവാവ് തന്റെ മുൻ കാമുകിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്താനുള്ള പദ്ധതിയെക്കുറിച്ച് ChatGPTയോട് സംസാരിച്ചു. ആ സംഭാഷണം ഓപ്പൺ AIയുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് വിഷയം ഫെഡറൽ അധികൃതരിലേക്കും FBI-യിലേക്കും എത്തി. അവസാനം യുവാവ് അറസ്റ്റിലായി. അതായത് നമ്മൾ AI-യോട് പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ആരും കാണില്ല എന്ന ധാരണ ശരിയല്ല. അതായത് AI കമ്പനികൾക്ക് ഇത്തരമൊരു സാഹചര്യത്തിൽ എന്ത് ഉത്തരവാദിത്തമാണ് ഉള്ളത് എന്ന വലിയ ചോദ്യവും ഇന്ന് പരിശോധിക്കാം. അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് സംഭവം. 25 വയസ്സുള്ള ഡാരൻ ഷൗ എന്ന യുവാവാണ് ഇവിടെ കേസിൽപ്പെട്ടത്. കോടതി രേഖകൾ പ്രകാരം 6 മാസത്തോളം നീണ്ടുനിന്ന ഒരു ബന്ധം അവസാനിച്ചതിന് ശേഷമാണ് ഇയാൾ ChatGPT ഉപയോഗിച്ച് മുൻ കാമുകിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ സംഭാഷണങ്ങൾ ഒരു ബ്രേക്കപ്പിന് ശേഷം സാധാരണ ഒരാൾക്കുണ്ടാകുന്ന വികാരങ്ങളെക്കുറിച്ചായിരുന്നു. മുൻ കാമുകിയുടെ താല്പര്യങ്ങൾ, അവൾ പോകുന്ന സ്ഥലങ്ങൾ, ബന്ധം വീണ്ടും ശരിയാക്കണമെന്ന ആഗ്രഹം, ചില ചെറിയ അസൂയകൾ, ഇതൊക്കെയായിരുന്നു സംഭാഷണങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായി. അയാളുടെ സംഭാഷണത്തിൽ ബലാത്സംഗം, കൊലപാതകം, ആത്മഹത്യ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നു തുടങ്ങി. ഇത് വെറുമൊരു കഥയല്ല. ഇവയെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥരും കോടതി രേഖകളും അടിസ്ഥാനമാക്കിയുള്ള ആരോപണങ്ങളാണ്. അതൊരു AI ഉണ്ടാക്കിയ കഥയുമല്ല, ഒരു യഥാർത്ഥ ക്രിമിനൽ അന്വേഷണത്തിലേക്ക് എത്തിയ സംഭാഷണങ്ങളാണ്. ഈ മാസം തന്നെ കൊല്ലുമെന്ന് പറഞ്ഞതായി കോടതി രേഖകളിൽ പറയുന്നുണ്ട്. ഏറ്റവും ഞെട്ടിക്കുന്ന ഭാഗങ്ങളിലൊന്ന് ഇത് തന്നെയാണ്. മുൻ കാമുകിയെ ഈ മാസം അവസാനിപ്പിക്കുന്നതിനു മുൻപ് കൊലപ്പെടുത്തുമെന്ന് ഷൗ ChatGPTയിൽ എഴുതിയതായി ആരോപിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം അവൾ തനിക്ക് സ്വന്തമായില്ലെങ്കിൽ മറ്റാർക്കും അവളെ ലഭിക്കരുത് എന്ന തരത്തിലുള്ള സന്ദേശവും അയച്ചതായി അന്വേഷണ രേഖകൾ പറയുന്നുണ്ട്. അവിടെ വെച്ച് കഥ അവസാനിച്ചില്ല. മുൻ കാമുകിയെ കാണുന്നതിനായി കാത്തിരിക്കുക, അവൾ നിരസിച്ചാൽ ആക്രമിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇയാൾ AIയോട് സംസാരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അതിനാൽ ഇത് വെറും ദേഷ്യത്തിൽ പറഞ്ഞ ഒരു വാചകമായിരുന്നോ അതോ യഥാർത്ഥത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന പദ്ധതിയായിരുന്നോ എന്ന ചോദ്യം അന്വേഷണത്തിന്റെ ഭാഗമായി മാറി. അവിടെ നിന്നാണ് AI സുരക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തുടങ്ങുന്നത്. എങ്ങനെ അലേർട്ട് ആയി എന്ന് ചോദിച്ചാൽ ഇവിടെയാണ് ഈ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത്. ChatGPT സ്വന്തം FBIയെ ഫോൺ ചെയ്ത് എന്നല്ല ഇതിനർത്ഥം. ഓപ്പൺ AIയുടെ സേഫ്റ്റി സംവിധാനങ്ങൾ ഇത്തരം സംഭാഷണങ്ങളിൽ യഥാർത്ഥ ലോകത്ത് അക്രമം സംഭവിക്കാനുള്ള സാധ്യത കണ്ടെത്തുമ്പോൾ അവ പരിശോധിക്കുന്ന സംവിധാനങ്ങളുണ്ട്. ഈ കേസിലും സംഭാഷണങ്ങൾ സുരക്ഷാ പരിശോധനയിൽ എത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. തുടർന്ന് ഓപ്പൺ AI ഫെഡറൽ അധികൃതരെ വിവരം അറിയിച്ചതായാണ് കോടതി രേഖകളെ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടുകൾ. ഇതിനുശേഷം FBI അന്വേഷണം ആരംഭിച്ചു. പിന്നീട് FBIക്ക് ഏകദേശം 2 മാസത്തെ ChatGPT സംഭാഷണങ്ങളിലേക്ക് പ്രവേശനം ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇവിടെയാണ് സാധാരണക്കാരന്റെ മനസ്സിൽ ഒരു വലിയ ചോദ്യം ഉയരുന്നത്. ഞാൻ ChatGPTയോട് പറയുന്നതെല്ലാം ആരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യം. അതിനുള്ള ഉത്തരം അത്ര ലളിതവുമല്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, AI സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഞാൻ പറയുന്നതെല്ലാം ആരും ഒരിക്കലും കാണില്ല എന്ന ധാരണയിൽ മാത്രം ആശ്രയിക്കുന്നത് സുരക്ഷിതമല്ല. പലരും ഇന്ന് ChatGPT ഒരു സെർച്ച് എഞ്ചിൻ പോലെ മാത്രമല്ല ഉപയോഗിക്കുന്നത്. ചിലർ പഠിക്കാൻ ഉപയോഗിക്കുന്നു, ചിലർ ജോലിക്കായി ഉപയോഗിക്കുന്നു, ചിലർ കോഡിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, ചിലർ സ്വന്തം വ്യക്തിപരമായ പ്രശ്നങ്ങൾ സംസാരിക്കാനും ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് AI ചാറ്റ് ബോട്ടുകളെ പലരും ഒരു ഡിജിറ്റൽ സുഹൃത്തിനെ പോലെ കാണുന്നത്. നമ്മൾ മനുഷ്യരോട് പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ പോലും AIയോട് പറയാൻ എളുപ്പമാണ്. കാരണം മറുവശത്ത് ഒരു മനുഷ്യൻ ഇരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിധിക്കില്ലെന്നൊരു തോന്നൽ നമുക്കെല്ലാവർക്കുമുണ്ട്. ലജ്ജ കുറവാണ്, ഭയം കുറവാണ്. പക്ഷേ AI ഒരു മനുഷ്യ സുഹൃത്തല്ല, അതൊരു സാങ്കേതിക സംവിധാനം മാത്രമാണ്. അതിന് സേഫ്റ്റി പൊളിറ്റിക്സ് ഉണ്ട്. അതിനാൽ ഗുരുതരമായ അക്രമ ഭീഷണികളോ യഥാർത്ഥ ലോകത്ത് ആരെയെങ്കിലും അപകടത്തിലാക്കാനുള്ള പദ്ധതികളോ ചാറ്റിൽ വന്നാൽ അത് സാധാരണ ഒരു സ്വകാര്യ ഡയറി പോലെ പ്രവർത്തിക്കണമെന്നില്ല. മുകളിൽ പറഞ്ഞ കേസാണ് അതിന് ഒരു ശക്തമായ ഉദാഹരണം. ഈ സംഭവത്തിൽ അന്വേഷണം FBI-യിൽ മാത്രം അവസാനിക്കുന്നില്ല. റിപ്പോർട്ടുകൾ പ്രകാരം ഡാരൻ ഷൗ മേയിൽ അറസ്റ്റിലായി. പിന്നീട് കേസിൽ നിയമ നടപടികൾ മുന്നോട്ട് പോയി. അയാൾക്ക് ജയിൽ ശിക്ഷ ഒഴിവാക്കാവുന്ന തരത്തിലുള്ള പ്ലീ ഡീൽ ലഭിക്കുകയും ചെയ്തു. 8 വർഷത്തെ
പ്രൊബേഷൻ ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ അംഗീകരിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മളിൽ പലർക്കും തോന്നുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ പ്രൈവസി സംരക്ഷിക്കണമോ അതോ ആരുടെയെങ്കിലും ജീവൻ യഥാർത്ഥ അപകടമുണ്ടെന്ന് തോന്നിയാൽ കമ്പനി അധികൃതരെ അറിയിക്കണോ എന്ന്. എന്നാൽ ഇതിന് ഒരു വാക്കിൽ ഉത്തരം പറയാനും കഴിയില്ല. ഒരു വശത്ത് പ്രൈവസി ഉണ്ട്, മറ്റൊരു വശത്ത് പബ്ലിക് സേഫ്റ്റിയുമുണ്ട്. ഉദാഹരണത്തിന്, ഒരാൾ ദേഷ്യത്തിൽ എനിക്ക് അവരെ കൊല്ലണമെന്ന് പറഞ്ഞാൽ മാത്രം അത് യഥാർത്ഥ കൊലപാതക പദ്ധതിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷേ അയാൾ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒരു വ്യക്തിയെ ലക്ഷ്യമിടുകയും യഥാർത്ഥത്തിൽ ആക്രമണം നടത്താനുള്ള ഉദ്ദേശം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ അത് വളരെ വ്യത്യസ്തമായ കാര്യമാണ്. ഇതുവരെ നമ്മൾ പ്രൈവസി എന്ന് പറയുമ്പോൾ ഫോൺ കോളുകൾ, വാട്സപ്പ് സന്ദേശങ്ങൾ, ഇമെയിലുകൾ, സോഷ്യൽ മീഡിയ ഇവയൊക്കെയായിരുന്നു എങ്കിൽ ഇനി അതിലേക്ക് മറ്റൊരു കാര്യം കൂടി വരുന്നു, കോൺവെർസേഷൻ. നമ്മുടെ ചാറ്റ് ഹിസ്റ്ററിയിൽ എന്തൊക്കെയാണ് ഉള്ളത്? നമ്മുടെ ജോലി സംബന്ധമായ വിവരങ്ങൾ ഉണ്ടാകാം, വ്യക്തിപരമായ കാര്യങ്ങൾ, ബന്ധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, ചിലപ്പോൾ സാമ്പത്തിക വിവരങ്ങൾ, ചിലപ്പോൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതൊക്കെ ആളുകൾ യോട് പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുമ്പോൾ ഒരു അടിസ്ഥാന സുരക്ഷാശീലം ഉണ്ടാകുന്നത് നല്ലതാണ്. യോട് സംസാരിക്കുമ്പോൾ അതൊരു പൂർണ്ണമായ സ്വകാര്യ ഡയറിയാണെന്ന് കരുതരുത്. പ്രത്യേകിച്ച് വളരെ സെൻസിറ്റീവായ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവെക്കുന്നതിന് മുൻപ് ചിന്തിക്കണം. അതേസമയം യഥാർത്ഥ ലോകത്ത് ആരെയെങ്കിലും ഉപദ്രവിക്കാനുള്ള പദ്ധതി ഉണ്ടെങ്കിൽ അതിന് സഹായിക്കുമെന്ന പ്രതീക്ഷയും ഒരിക്കലും വെക്കരുത്. എന്നാൽ ChatGPT മോശമാണെന്നല്ല, അപകടകരമാണെന്നും പറയുന്നില്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ എത്ര ആഴത്തിൽ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത്. ഒരു കാലത്ത് ഒരു മനുഷ്യൻ തൻ്റെ മനസ്സിലുള്ള കാര്യം സുഹൃത്തിനോടോ കുടുംബാംഗങ്ങളോടോ പറയുമായിരുന്നു. ഇന്ന് അതേ കാര്യം ഒരു ചാറ്റ് ബോട്ടിനോട് പറയുന്നു. പക്ഷേ ചാറ്റ് ബോട്ടിനോട് പറഞ്ഞ വാക്കുകൾക്ക് ചില സാഹചര്യങ്ങളിൽ പ്രത്യാഘാതങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ യോട് സംസാരിക്കുന്നത് ഒരു മനുഷ്യനോടല്ല. എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ബോധവാന്മാരായിരിക്കേണ്ട സമയമാണ് ഇത്. സ്വകാര്യ വിവരങ്ങൾ പങ്കിടുമ്പോൾ ജാഗ്രത വേണം. അക്രമ ഭീഷണികളെ തമാശയായി കാണാനും പാടില്ല.